ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മഷ്റൂം കറി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് മഷ്റൂം അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 4 ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളി, ഒരു തക്കാളി അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂമും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ വേവാൻ വെക്കുക. വെന്ത് കഴിയുമ്പോൾ അവസാനം മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മഷ്റൂം കറി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.